അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. ഇവിടെ പറയുന്ന ഈ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നതാണ്. இங்கே சொல்லப்பட்டிருக்கிற வல்லமை என்று சொல்வது பரிசுத்த ஆவியானவரை குறித்து சொல்லுகிறது. ദൈവത്തിന്റെ വചനം പരിശോധിച്ചാൽ അറിയാം എവിടെയെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ടോ ഈ വചനത്തെ നിങ്ങൾ പരിശോധിத்து பார்த்தீர்கள் என்றால் எங்கெல்லாம் பரிசுத்த ஆவியானவரை குறித்து வசனம் சொல்லுகிறதோ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഇടത്ത് മുഴുവൻ അല്പമായിട്ട് പരിശുദ്ധാത്മാവിനെ തരാം എന്ന് പറഞ്ഞിട്ടില്ല. அதாவது பரிசுத்த ஆவியானவர் கடந்து வருகிற இடங்களில் எல்லாம் கொஞ்சமாக பரிசுத்த ஆவியை தருகிறேன் என்று வசனம் சொல்லவில்லை. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം പരിശുദ്ധാത്മാവിനെ തരാമെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് പറയുന്നില്ല. வாழ்க்கையிலே ஏதோ ஒரு பாகத்தில் மட்டும் பரிசுத்த ஆவியை தருகிறேன் என்று வசனம் சொல்லவில்லை. ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മുടെ ജീവിതം എപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിക്കുമോ അന്ത്യശ്വാസം വരെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും. வசனம் தெளிவாய் சொல்லுது, எப்பொழுது பரிசுத்த ஆவியானவருடைய ஞானஸ்தானத்தை பெற்றுக்கொள்கிறீர்களோ நீங்கள் மரிக்கிற வரையிலும் பரிசுத்த ஆவியானவர் உங்களோடு இடைப்பட்டுக் கொண்டே இருப்பார். മനുഷ്യന്റെ കൈ പിടിച്ചാൽ അത് വിടാൻ സാധ്യതയുണ്ട്. மனிதன் உங்கள் கரங்களை பிடித்தால் அது விடுவதற்கான வாய்ப்புகள் அதிகம். ഈ ലോകത്തിന്റെ ആശ്രയങ്ങൾ മുഴുവൻ ശാശ്വതമല്ലാത്തതാണ്. இந்த உலகத்தில் இருக்கிற எல்லா வாழ்க்கையும் நிரந்தரமல்ல. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സഹവാസം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ஆனால் பரிசுத்த ஆவியானவரோடு சேர்ந்த உறவு அப்படிப்பட்டதல்ல. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിൽ മീതെ കവിഞ്ഞു നിൽക്കാൻ ദൈവശക്തിക്ക് കഴിയും. அதாவது நீங்கள் எந்த நிலைமையில் இருக்கிறோ நிலைமைக்கு மேலாக அந்த பரிசுத்த ஆவியானவர் பெரிய கிரியை செய்வார். നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള എല്ലാ മേഖലകളെയും അവൻ നിയന്ത്രിക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു പരിശുദ്ധാത്മാവാണ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്. உங்களுடைய வாழ்க்கையில சகல நிலைமைகளையும் நியந்திரித்து கொண்டு போகிற வல்லமையை தான் நீங்களும் பெற்றிருக்கிறீர்கள். ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതേ പരിശുദ്ധ ആവിയാനവർ ഉങ്ങളെ ഉறுதிப்படுத்தி ഉങ്ങളെ ധൈര്യപ്പെടുത്തി കൊണ്ടിരിக்கிறார். ആ പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. அந்த பரிசுத்த ஆவியானவர் சத்தியத்தினுடைய ஆவியானவராய் இருக்கிறார். അവൻ സകല സത്യത്തിലും വഴി നടത്തുന്നവനാണ്. പരിശുദ്ധ ആവിയാനവർ സകല സത്യത്തിലും ഉങ്ങളെ വഴി നടത്തുகிறவர். കഴിഞ്ഞ നാളുകളിൽ വഞ്ചിക്കപ്പെട്ടു പോയ ജീവിതത്തിന്റെ സാഹചര്യത്തെ നോക്കി എന്നോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാൻ പറയുന്നു, വ്യക്തി ജീവിതങ്ങളെ നിങ്ങളെ യഥാർത്ഥ വഴിയിൽ നടത്താൻ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു. ஏதேனும் வழியில நீங்கள் வஞ்சிக்கப்பட்டிருக்கிறீர்கள் என்றால் வஞ்சிக்கப்பட்ட இடத்திலே ஆமென் பரிசுத்த ஆவியானவர் தெளிவாய் உங்களிடத்திலே பேசுவதற்கு விடுவிப்பதற்கு அவர் விருப்பப்படுகிறார். കരമുയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. கரங்களை உயர்த்தி தேவனை பலத்தோடு தேவனை துதிக்கலாமா?